റിലേറ്റഡ് ടോപ്പിക്സിലേക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം റൈറ്റർ പോൾ സക്കറിയ, അത് കേരള ഗവൺമെന്റിന്റെ ഹയസ്റ്റ് ലിറ്റററി ഓണറാണ്. കേരള സാഹിത്യ അക്കാദമിയാണ് കൊടുക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. അതാണ് അതിന്റെ ഒരു ഒരു ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾക്കറിയാം, പക്ഷെ ചിലപ്പോൾ നോർത്തിൽ നിന്നുള്ള ആളുകൾക്ക് അത് അറിയണമെന്നില്ല. കാശിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്, ആസാമിലുള്ള ഒരു നാഷണൽ പാർക്കാണ് കാശിരംഗ. 1908 ഇത് വരുന്നത്. മേരി കേഴ്സണാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. The park is located in the edge of Eastern Himalayan biodiversity hotspot Golaghat and Nagaon district. One-horned rhinoceros ഏറ്റവും കൂടുതൽ എവിടെയുള്ളത്? കാസിരംഗയിലാണ്. UPSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ബേർഡ് ഏരിയയും കൂടിയാണ്. ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ഏവിഫോണൽ സ്പീഷീസിന്റെ കൺസർവേഷന് ഈ ഏരിയ യൂസ് ചെയ്യുന്നു. ബിഗ് 4 സ്പീഷീസ് ഇവിടെയുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൈനോ ഉണ്ട്, എലിഫന്റ് ഉണ്ട്, റോയൽ ബംഗാൾ ടൈഗർ ഉണ്ട്, ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ. എപ്പോഴും നാഷണൽ പാർക്സ് നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ജീവജാലങ്ങൾ ഏതാണെന്ന് കൂടി നിങ്ങൾ നോക്കണം. Then there are 4 main rivers: Brahmaputra, Deeplu, Mora Deeplu, Mora Dhansiri. So you have to remember the name of major species, then major rivers, mountains, and the place, which district. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകണം. പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് പോലുള്ള കാര്യങ്ങൾ. സ്റ്റേറ്റ് മാത്രം നോക്കിയാൽ പോലെ ചില ചോദ്യങ്ങളില് ചിലതിൽ അവര് ഡിസ്ട്രിക്റ്റിലൂടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒന്നിലധികമോ ഡിസ്ട്രിക്റ്റിലായിട്ടായിരിക്കും ചിലപ്പോൾ പരന്ന് കിടക്കുന്നത്. ചിലപ്പോൾ ആവശ്യമാണ്. അങ്ങനെയുള്ള നാഷണൽ പാർക്സ് നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റിലൂടെ, ചിലപ്പോൾ 2 സ്റ്റേറ്റിലായിട്ട് കിടക്കുന്നതും കാണും. അങ്ങനെയുള്ളത് നോക്കിപ്പോയാൽ നന്നായിരിക്കും. റിവർ ഒക്കെ ക്രോസ് ചെയ്യുന്ന മസ്റ്റ് ആണ്. മൗണ്ടൻസ് അത് ശ്രദ്ധിച്ചു നോക്കണം. വാട്ട് ഈസ് സിസ്റ്റീൻ സൈക്കിൾ? ടോപ്പിക് നമ്പർ 3. Lies between. A recent study has found that this asteroid could be made entirely of metal and is worth an estimated $10,000 quadrillion, more than the entire economy of the Earth. Fully metal aayittulla oru asteroid. NASA's Hubble Space Telescope has shown that the surface may mostly comprise iron and nickel, similar to Earth's core. So it's a golden asteroid, lies between orbits of Mars and Jupiter. Science and സയൻസിൽ നിന്നുള്ളൊരു ടോപ്പിക്കാണ്. ഗ്രീക്ക് ഗോഡസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക് ഗോഡസ് ഓഫ് ദ സോൾ, സൈക്കെ, ആത്മാവിന്റെ ദൈവം എന്നറിയപ്പെടുന്നു സൈക്കെ. Then the 4th topic, Kevadia Tourism Circuit. PM Modi Statue of Unity. ഈ കെവാഡിയ 2-3 രീതിയിൽ പ്രധാനമാണ്. ഒന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അവിടെയാണ്. കെവാഡിയ ട്രൈബൽ നർമ്മദ ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജ് ആണ്. സർദാർ സരോവർ റിസർവോയർ അവിടെയാണ്, നർമ്മദ റിവർ. കെവാദിയ സർക്യൂട്ട് 35 സ്പോട്ടുകളെ കണക്ട് ചെയ്യുന്നു. അതില് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, വിശ്വൻ കാക്ടസ് ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഇതെല്ലാം ആയിട്ട് കണക്റ്റഡ് ആണ്. അടുത്ത വൈഭവ് സബ്മിറ്റ്, ടോപ്പിക് നമ്പർ 5. വൈശ്വിക് ഭാരതീയ വിജ്ഞാൻ സബ്മിറ്റ്. ഇറ്റ്സ് എ ഗ്ലോബൽ വിർച്വൽ സബ്മിറ്റ്. റെസിഡന്റ് ഇന്ത്യൻ റിസർച്ചേഴ്സിനും അക്കാഡമിഷ്യൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ the deliberation started on 3rd of October and concluded on the occasion of Sardar Vallabhbhai Patel Jayanti. Important alla. 6th topic, Manasar Lake Project. ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത എന്താണ്? 20 ലക്ഷം ടൂറിസ്റ്റുകൾ, 20 ലക്ഷം tourists attract almost 20 lakh tourists every year and create employment of
1.15 crore man days with an income generation of 8,000 crore per year. Mansar Lake project. അത് Mansar Lake എവിടെയാണ്? Jammu, 62 kilometers from Jammu. Surinsar Mansar lakes are designed as Ramsar Convention, designated as Ramsar Convention in November 2005. Ramsar Convention ഉൾക്കൊള്ളുന്ന ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ലേക്സിൽ ഒന്നാണ്. ഡ്രഗ് കൾട്ടിവേഷൻ തിരിച്ചറിയാൻ വേണ്ടി സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യും. എന്താണ്? കാനബീസ് കൾട്ടിവേഷൻ, റിമോട്ട് സെൻസിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോർ ഫീൽഡ് ലെവൽ ഒഫീഷ്യൽസ്. A mechanism for citizen reporting. Orissa is one of the leading cannabis producing state in India. Though law enforcement agencies have intensified their raids, it is difficult to trace the cultivation on real-time basis. Recently, എന്ത് സംഭവിച്ചു? Recently, ഒന്ന് രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ കാനബി റെയ്ഡിന് നേതൃത്വം കൊടുത്തു. ആരായിരുന്നു? ഏത് സ്റ്റേറ്റിലെ CM ആണ്? ഓർക്കുന്നുണ്ടോ? അസാമിലെ ചീഫ് മിനിസ്റ്ററും റെയ്ഡിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി റീസെന്റ്. Then 8th topic, Kerala PSC to implement 10% quota for poor in general category. EWS, അത് economically weaker section കൊടുക്കുകയാണ്. This is in line with the center's decision to provide 10% reservation based on the 103rd amendment of the Constitution, without affecting 50% reservation being provided to scheduled caste, scheduled tribes and other backward classes. Reservation എന്നുള്ളത് സ്റ്റാറ്റിക് ഏരിയ ആണ്. റിസർവേഷനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുക. റിസർവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പഠിക്കുക. മാക്സിമം റിസർവേഷൻ എത്രയേ ആവാൻ പാടുള്ളൂ? 50% മേളിൽ പോകാൻ പാടില്ല. എന്നാൽ 50 മേളിൽ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ടോ? തമിഴ്നാട്, മഹാരാഷ്ട്ര സ്റ്റേറ്റുകളിലൊക്കെ 50 മേളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് പോകാൻ പറ്റുക? 9th ഷെഡ്യൂൾ സ്റ്റേറ്റിന് പ്രത്യേക എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ തീരുമാനം എടുക്കാം അല്ലെ? അങ്ങനെ തമിഴ്നാട്ടിലേക്ക് 50 ക്രോസ് ചെയ്തിട്ട്. അടുത്തത് ട്രാവൻകൂർ ടോട്ടോറൈസ്. അത് ലാർജ് ഫോറസ്റ്റ് ടോട്ടോയിസ് ആണ്. 330 millimeters ലെങ്ത്. IUCN റെഡ് ലിസ്റ്റിലുള്ളതാണ്. വൾണറബിൾ ആണ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഷെഡ്യൂൾ 4 വെസ്റ്റേൺ ഗട്ട്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് കേരള, കർണാടക ആൻഡ് തമിഴ്നാട്, ഇത്രയും പ്രദേശങ്ങൾ. മിഷൻ സാഗർ 2. as part of Mission Sagar 2, Indian naval ship Airavat will deliver food aid to Sudan, South Sudan, Djibouti and Eritrea. നേരത്തെ നമ്മൾ മിഷൻ സാഗറിന്റെ ഭാഗമായി മാൽദീവ്സ്, മൗറീഷ്യസ്, സെയ്ഷൽസ്, മഡാഗസ്കർ, കോമറോസ് ഇവിടെയൊക്കെ ഫുഡും മെഡിസിനും കൊടുത്തിരുന്നു. സാഗർ മിഷൻ. മഹാറാണി ജിൻഡൻ കൗർ. കൗർ എന്നുള്ള പേര് കേട്ടാൽ ഉടനെ ഓർത്തോണം. എവിടെയാണ്? പഞ്ചാബ് അല്ലെ? Some of her jewelry at Bonhamas Islamic and Indian art sale in London earlier this week. She was the youngest wife of Maharaja Ranjit Singh. She was also the mother of Maharaja Duleep Singh, the last ruler of the empire, who was raised by the British. She led a spirited resistance to the encroachment of British into the Punjab, but was eventually forced to surrender. അപ്പൊ ഈ മഹാറാണി ജിൻഡൻ കൗർ ആരായിരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അടുത്തൊരു ടോപ്പിക്, വിർച്വൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് റൗണ്ട് ടേബിൾ. അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒന്നും അല്ല, കറണ്ട് അഫയേഴ്സിൽ ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് പറയാ. Nurturing neighborhood challenges.
എന്താണിത്? Launched by Union Housing and Urban Affairs Ministry. It is a challenge for cities to develop and implement initiatives to improve quality of life of young children, caregivers, and families. It will open for the 100 smart cities with a population of more than 5 lakh and state union territory capitals. Luhri hydropower project. Luhri, evideyanadu? CCEA, Cabinet Committee on Economic Affairs, has approved funding to the tune of 1,810.56 crore for the 210 megawatt Luhri hydro power project on Satluj River in Himachal Pradesh. Project located in Shimla and Kulu districts. District. Important butterfly species. Southwest monsoon butterfly season. So the bus tends to continue post monsoon also this year. Striated firing. Neyyarlulla. അത് 100 വർഷത്തിന് ശേഷം കേരളത്തിലെ നെയ്യാറിൽ കണ്ടെത്തി. നീൽഗിരി പ്ലെയിൻ ഏസ്, അത് rediscovered after 130 years. Marbled map butterfly, recorded in the first time in Visakhapatnam. Normally Bhutan, Myanmar lo കാണുന്ന. Malabar banded peacock, endemic to South India. Malabar banded peacock എന്ന് കാണുമ്പോൾ അതൊരു ഏതാ കേട്ടില്ല പേര്, ഒന്ന് മനസ്സിൽ വെച്ച് കിട്ടിയാൽ മതി, എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ട്രീ നെയിം ബട്ടർഫ്ലൈ സ്പീഷീസിന്റെ പേരാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ബ്രാൻഡഡ് റോയൽ, അത് നീലഗിരീസ് 130 yearsന് ശേഷം കണ്ടുപിടിച്ചു. ബ്ലൂ മോർമോൺ, അത് പാറ്റ്നയിൽ കണ്ടു. സ്പോട്ടഡ് ആംഗിൾ ബട്ടർഫ്ലൈ, കേൾക്കുന്നില്ല പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ. സ്പോട്ടഡ് ആംഗിൾ ബട്ടർഫ്ലൈ, Reserve Forest of Chhattisgarh. Liliac silveri, protected species. അത് ബാംഗ്ലൂരിലാണ്. അടുത്തത് 17th topic. Leishmania donovani. Leishmania donovani is a protozoan parasite that infects macrophages and is causative agent for visceral leishmaniasis അല്ലെങ്കിൽ കാല അസാർ. കാല അസാർ എന്ന് കേട്ടിട്ടുണ്ടോ? സ്പ്ലെയിൻ, ലിവർ, ബോൺ മാരോനെയൊക്കെ അഫക്ട് ചെയ്യും. ഡിസീസസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് CSIR CDRI സയന്റിസ്റ്റ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചു. ബംഗ്ലാദേശില് ഒരു ഫസ്റ്റ് ഇസ്ലാമിക് സ്കൂൾ ഫോർ ട്രാൻസ്ജെൻഡർ മുസ്ലിംസ്. It is a first step towards integrating the discriminated minority to society. Topic number 18. Example ആയിട്ട് കൊടുക്കാം. GS-ലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും. മെയിൻലി നാഷണൽ വാട്ടർ അവാർഡ്സ്. Second national water awards to be confirmed in November. Awards are given by Department of Water Resources, River Development and Ganga Rejuvenation, Ministry of Jal Shakti. Best state, best district, best school, best newspaper, best NGO, ഇങ്ങനെ വാട്ടർ അവാർഡ്സ് പല കാറ്റഗറി കൊടുക്കും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് 2% സയന്റിസ്റ്റ്, അതിൽ ആരൊക്കെയുണ്ട്? മലയാളികളൊക്കെ ഉണ്ട് അല്ലെ? 1492 ഇന്ത്യൻസ്. IIT, IIS, Physics, Material Science, Chemical Engineering. There are 2 Indian in the field of inorganic and nuclear chemistry, Professor Gautam Desiraju and CNR Rao. They are close to the top. They are in the top ranks. Adal Bimit, Vyaktit Kalyan Yojana.
ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജോലി നഷ്ടപ്പെട്ട ആളുകൾ. റിലീഫ് 90 days ശേഷം 90 days after unemployment. It shall become due for payment after 30 days. Insured person have been insurable insured person should have been insurable employment for minimum period of 2 years before his unemployment and should have contributed for not less than 78 days in the contribution period immediately preceding to unemployment and minimum 78 days in one of the remaining 3 contribution periods in 2 years prior to unemployment. അപ്പോൾ ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി മെക്കാനിസം. 90 ദിവസം വരെ മാക്സിമം അവർക്ക് കിട്ടിയിരുന്ന ആവറേജ് ഇൻകത്തിന്റെ 50% മുതൽ ആവറേജ് 50% കൊടുക്കും. സാഫ്രോൺ ബൗൾ എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? സാഫ്രോൺ ബൗൾ Kashmir, which was so far confined to Kashmir, may soon expand to northeast of India. Plants from seeds transported from Kashmir to Sikkim and acclimatized there are now flowering in Yangyang in southern part of northeastern states. നോർത്ത് സാഫ്രോൺ കൃഷി ചെയ്യാം അല്ലേ? മലയാളികളൊക്കെ സാഫ്രോൺ കൃഷി ചെയ്യുന്നവരുണ്ടെന്ന് ആരോ പറഞ്ഞു ഉണ്ടോ? കാശ്മീരിലൊക്കെ മിങ്സ് ഇതായി ജീവിയാണ്. SARS-CoV-2 variants that are associated with the farmed minks, SARS-CoV-2 variants, mink, like their close relatives ferrets, are known to be susceptible to coronavirus. മനുഷ്യനെ പോലെ തന്നെ COVID-19 സിംറ്റംസ് അവരെയും കാണിക്കുന്നു. അടുത്ത് India Maldives signed for MOUs to boost ties. The Greater Mali Connectivity Project 500 million MOU സൈൻ ചെയ്തു. അടുത്ത് 13th Urban Mobility India Conference inaugurated. Emerging trends in urban mobility, urban transport, ഇതൊക്കെയാണ് ഇഷ്യൂസ്. ഹൈദർപൂർ വെറ്റ്ലാൻഡ്, ഉത്തർപ്രദേശിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവര് കൺസർവേഷൻ ഓർഗനൈസേഷൻസുമായിട്ട് ചേർന്ന് ഇതൊരു രാംസാർ സൈറ്റ് ആണ് ഹൈദർപൂർ വെറ്റ്ലാൻഡ്. ശ്രദ്ധിക്കാം, ഹൈദർപൂർ വെറ്റ്ലാൻഡ് വാർത്തകളിൽ വന്നപ്പോൾ ചിലപ്പോൾ ചോദിക്കും. ഫെഡ് ബൈ ഗംഗ ആൻഡ് സോളാനി റിവേഴ്സ്. ഇപ്പൊ റിവറിന്റെ പേര് മനസ്സിലായി, ഗംഗയുണ്ട് സോളനിയുണ്ട്. 84 വന്നത്. മധ്യഗംഗ ബാരേജ് അതിന്റെ നിർമ്മാണത്തിന് ശേഷം ഇതിന്റെ ബൗണ്ടറി ഹസ്തിനപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായിട്ട്, അതുപോലെ ഗ്രേല ഗൂസ്, ബാർ ഹെഡഡ് ഗൂസ് ഇവയുടെയൊക്കെ വിന്റർ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നവാമി ഗംഗ പ്രോഗ്രാമിൽ ഹൈദർപൂർ വെറ്റ്ലാൻഡും വരുന്നുണ്ട്. അടുത്ത 28ാമത്തെ ടൂർ. China holds spiritual conference after South Asian partners. China, Sri Lanka, Bangladesh, Nepal, Pakistan. Collective response to the second wave of COVID. അതാണ് അവർ ചർച്ച ചെയ്യുന്നത്. മീറ്റിംഗ് എന്താണ്? ചൈന chaired a quadrilateral meeting with the foreign ministers of Afghanistan, Nepal, Pakistan in a bid to strengthen cooperation among the 4 nations in pandemic response and economic recovery. അവര് ഈ റീജിയനിലെ അവരുടെ എൻഗേജ്മെന്റ് കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ്. അടുത്ത് ചൈന ബിഗിൻസ് വർക്ക് ഓൺ റെയിൽ ലൈൻ അപ് ടു അരുണാചൽ ബോർഡർ. ലിങ്ക് സിച്ചുവാൻ പ്രൊവിൻസ് വിത്ത്
ന്യായ്ചി ക്വാങ്കെ ടിബറ്റ് റെയിൽവേ ലൈൻ, ടിബറ്റിലൂടെ ഉള്ള റെയിൽവേ ലൈൻ അരുണാചലിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഹോം മിനിസ്ട്രി FCRA റൂൾസ് അമെൻഡ് ചെയ്തു, നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് ഓഫ് പീസ് അൺവെയിൽഡ് ഇൻ രാജസ്ഥാൻ. സ്റ്റാച്യു ഓഫ് പീസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ജൈൻ ആചാര്യ ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർ ജി മഹാരാജ്. 151 അടി ഉയരമുള്ള അഷ്ടധാതുക്കൾ ഉപയോഗിച്ചുള്ള സംഗതിയാണ്. ആരാണ് അഷ്ടധാതു എന്ന് വെച്ചാൽ എന്താണ്? 8 മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള സംഗതി. അടുത്ത് ജൈൻ ആചാര്യ ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർ ജി മഹാരാജ്. Saint who lived 1870 to 1954. ലോർഡ് മഹാവീരയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. മാസസിന്റെ വെൽഫെയർ, എഡ്യൂക്കേഷൻ ഇതിലൊക്കെ ശ്രദ്ധ ചെലുത്തിയ വ്യക്തിത്വം. ആർട്ടിക്കിൾ 363A. ലാസ്റ്റ് നിസാം നവാബ് മിർ ഉസ്മാൻ അലി ഖാൻ, നവാബ് നജാഫ് അലി ഖാൻ, അവരുടെ പേരക്കുട്ടി ആണ് ഈ നവാബ് നജാഫ് അലി ഖാൻ. അദ്ദേഹം ഹൈദരാബാദ് പോലീസിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. On a few other Nizams has alleging that they have used false documents to lay claim to 35 million Nizams fund lying in UK bank. വേറെ കുറെ ഹെയർസ് എന്ത് ചെയ്തു? അവര് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു UK ബാങ്കിലുള്ള പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ആർട്ടിക്കിൾ 363A വയലേഷൻ ആണ്. അബോളിഷൻ ഓഫ് പ്രിവി പേഴ്സ് ആണ് 363A വരും. അത് സ്റ്റാറ്റിക് ഏരിയ ആണ്. 363A പ്രകാരം പ്രിവി പേഴ്സ് നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ക്യൂറാസാം ഏതാണ്? ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ. ഇറ്റ് ഈസ് എ കാനിസ്റ്റർ ബേസ്ഡ് സിസ്റ്റം. സർഫസ് ടു എയർ ആണെന്നുള്ളത് മനസ്സിലാക്കും. DRDO ആണ് ഡെവലപ്പ് ചെയ്തത്. 25 മുതൽ 30 കിലോമീറ്റർ വരെയാണ് അതിന്റെ വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കും. അടുത്ത ലീലാവതി അവാർഡ്. എന്താണ് ലീലാവതി അവാർഡ്? അത് AICTE ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. വുമൺ വിത്ത് ഇക്വാലിറ്റി ആൻഡ് ഫെയർനെസ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. ലീലാവതി അവാർഡിന്റെ തീം തന്നെ വിമൻ എംപവർമെന്റ് എന്നത്. ഹൈജീൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സർവേ ഓഫ് ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഓൺ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006 ടു ഗ്രാന്റ് ദ റൈറ്റ്സ് ടു ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. അപ്പോൾ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 ഒന്ന് നോട്ട് ചെയ്യുക. It was not applicable or implemented in Jammu and Kashmir till 31st October 2019. അടുത്ത MP sets up cow protection cabinet. Cow cabinet സെറ്റപ്പ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. എന്തിനാണ്? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കാറ്റിൽ. ബില്ലൻബാരെ സിൻഡ്രോം ഇത് കേരളത്തിലുണ്ട് അല്ലെ? എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? Guillain-Barré syndrome in India. Such cases have been reported since August. ഇതെന്താണ്? Autoimmune disorder. The immune system, in an attempt to kill coronavirus, accidentally starts attacking the peripheral nervous system. എനിക്ക് തോന്നുന്നു ഒരു MLA ഒക്കെ ഉണ്ടായി അസുഖം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Peripheral nervous system is a network of nerves
that lead from the brain and spinal cord to different part of the body. Attacking them can affect limb functions. Safia Mitra Suraksha Challenge. Urban Affairs Ministry Day. Housing and Urban Affairs. 243 cities mechanized cleaning നിലേക്ക് മാറും. Sewers and septic tanks by April 30, 2021. No life of any sewer or septic tank cleaner is ever lost, again owing to the issue of hazardous cleaning. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ കുഴികളിൽ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഹസാഡസ് ആണ്. ഇത് മാറ്റിയിട്ട് എന്താണ് മാനുവൽ സ്കാവഞ്ചിങ് ഒക്കെ നമ്മൾ നിർത്തലാക്കിയത്. അതുപോലെ ജഡ്ജ്മെന്റ്സും ഹസാഡസ് ക്ലീനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. റീഹാബിലിറ്റേഷൻ ആക്ട്, എംപ്ലോയ്മെന്റ് ആസ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദെയർ റീഹാബിലിറ്റേഷൻ. സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെയിനകത്ത്. അടുത്ത ടോപ്പിക് നമ്പർ 40, 5 eyes. It is an intelligence alliance comprising Australia, Canada, New Zealand, United Kingdom and the United States. ഇന്റലിജൻസ് അലയൻസ് ആണ് 5 eyes എന്നറിയപ്പെടുന്നത്. ഒക്കൂസ എഗ്രിമെന്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത്. 1946 US-ഉം UK-യും ഇന്റലിജൻസ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. കാനഡ അലയൻസിൽ ചേർന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും പിന്നീട് വന്നു. 9 eyes കൺട്രീസ് ഉണ്ട്. അത് ഈ 5 eyes കൺട്രീസ് പ്ലസ് ഡെൻമാർക്ക്, ഫ്രാൻസ്, ഹോളണ്ട്, നോർവേ. 14 eyes കൺട്രീസ് എന്ന് പറയുന്നത് ഈ 9 eyes കൺട്രീസ് പ്ലസ് ജർമ്മനി, ബെൽജിയം, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ്. വില്ലോ വാർബിൾ നമ്മൾ ഏതാണ്ട് 50 ടോപ്പിക്കിലേക്ക് അടുക്കുകയാണ്. തിരുവനന്തപുരത്താണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ലോങ്സ്റ്റ് മൈഗ്രേറ്റിംഗ് സ്മോൾ ബേർഡ്സ് വരുന്ന എവിടുന്നാണ്? നോർത്തേൺ ആൻഡ് ടെമ്പറേറ്റ് യൂറോപ്പ്, പാലിയോ ആർട്ടിക് അവിടെ നിന്നാണ് വരുന്നത്. അത് തിരുവനന്തപുരത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇന്ത്യക്കാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. 100 എണ്ണത്തിൽ 2 എണ്ണം. ഏതൊക്കെയാണ്? പരം സിദ്ധി artificial intelligence A1 has been ranked 63 on top 500. In a Param Siddhi supercomputer has been established under the National Supercomputing Mission. Param Siddhi AI is not the only Indian supercomputer in the top 100. Pratyush എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ റാങ്കിങ്ങിൽ ടോപ്പ് 100-ൽ പരം സിദ്ധിയും പ്രത്യക്ഷമാണ്. മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജപ്പാന്റെ ഫുക്കാക്കുവും IBM-ന്റെ സമ്മിന്റുമാണ്. സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനകത്ത് എയ്ഡ്സ് പ്രിവെൻഷൻ കോയിലേഷൻ വരികയാണ്. 25 ഹയസ്റ്റ് HIV ബർഡൻ കൺട്രീസ് ആണ്. തുംഗഭദ്ര പുഷ്കാരിലു എന്താണ്? തുംഗഭദ്ര റിവറിനെ മാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജൂപ്പിറ്റർ എൻഡേസ് കാപ്രിക്കോൺ മകർ രാശി ആ സമയത്താണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 12 വർഷം കൂടി. ഹോളി റിവറിൽ ആളുകൾ മുങ്ങി നിവരും. പാപമെല്ലാം മാറ്റപ്പെടുമെന്നാണ് ചിന്തിക്കുന്നത്. പുഷ്കാരം എന്ന് പറയുന്നത് എന്താണ്? 12 മേജർ റിവേഴ്സ് ബഹുമാനിക്കുന്ന ഫെസ്റ്റിവലാണ്.
Comptroller and Auditor General of India, Girish Chandra Murmu, has been elected External Auditor of Inter-Parliamentary Union, Geneva, for a 3-year term. IPU is the global organization of National Parliament. IPU. ഇതൊരു പ്രധാനപ്പെട്ടതാണ്. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ഓഡിറ്ററായിട്ട് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് 1889 പാർലമെന്റേറിയൻസ്, കുറച്ച് പാർലമെന്റേറിയൻസ് മാത്രമായിട്ട് ചേർന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അത് എന്തായി, ഇന്നതൊരു വലിയ ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. 179 പാർലമെന്റുകൾ ഇതിൽ അംഗത്വമുണ്ട്. 13 അസോസിയേറ്റ് മെമ്പേഴ്സ്. ഫോർ ഡെമോക്രസി ഫോർ എവരി വൺ എന്നാണ് ഇതിന്റെ മുദ്രാവാക്യം. ജനീവയിലാണ്. 2020 ബുക്കർ പ്രൈസ് സ്കോട്ടിഷ് ഓതർ ഡഗ്ലസ് സ്റ്റുവർട്ടിന് ലഭിച്ചു. അതും പ്രധാനപ്പെട്ടതാണ്. ബുക്കർ പ്രൈസ് ഒക്കെ UPSCയുടെ സ്ഥിരം ഒരു ടോപ്പിക്കാണ്, മിക്കവാറും വരാറുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കൃതി സ്കോട്ടിഷ് ഓതർ ഡഗ്ലസ് സ്റ്റുവർട്ടാണ് ലഭിച്ചത്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിലെ ഒരു പ്രധാനപ്പെട്ട അവാർഡാണ്. സിംഗിൾ ബുക്കിനാണ് കൊടുക്കുന്നത്. ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ UK ഓർ അയർലൻഡ്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിനാണ്. Australia to temporarily host ISRO satellite tracking facilities. ഒക്ടോബർ മാസത്തിലെ മേജർ ടോപ്പിക്സിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകുന്നു. Space agencies of India and Australia are working together to position temporary Indian tracking facilities in Australia. This include Earth observation and data analytics, robotics and space life sciences. This would support India's planned human space flight program. India-Australia space cooperation is underpinned by a formal memorandum of understanding signed between the two countries in 2012. Study on status radicalization. Union Home Ministry. Status radicalization in India. അതിനെക്കുറിച്ചുള്ളൊരു പഠനം നടത്തി. Study will attempt legally define radicalization and suggest amendments to the Unlawful Activities Prevention Act, UAPA. The study will be religion neutral and will go by facts and reported cases. Radicalization. What do you mean by radicalization? റാഡിക്കൽ ഫോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ്? വിശേഷം UAPA ഒക്കെ എന്തിനാണ് കൊണ്ടുവന്നത്? റാഡിക്കൽ ഫോഴ്സസ്, എക്സ്ട്രീം ഫോഴ്സസ്, തീവ്ര സ്വഭാവമുള്ള ആളുകൾ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. അതിനു വേണ്ടിയിട്ടാണ് UAPA പോലെയുള്ള സംഗതികളൊക്കെ പലപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ റാഡിക്കലൈസേഷന്റെ സ്റ്റാറ്റസ് എത്രയുണ്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്താൻ ഹോം മിനിസ്ട്രി അനുമതി കൊടുത്തിരിക്കുക. ഈ എക്സ്ട്രീം തോട്ട്സ് ഉള്ള ഗ്രൂപ്പുകളൊക്കെ, അത്തരം ഗ്രൂപ്പുകൾ ഡെമോക്രസിക്ക് കളങ്കമാണ്, ശാപമാണ്. വേൾഡ് ഫിഷറീസ് ഡേ, വേൾഡ് ഫോറം ഓഫ് ഫിഷ് ഹാർവെസ്റ്റേഴ്സ് ആൻഡ് ഫിഷ് വർക്കേഴ്സ്. ഫിഷിംഗ് ഇപ്പൊ കൂടിയല്ലേ? കോവിഡ് വന്നപ്പോൾ കൂടിയോ? ഇന്ന് ഒരുപാട് പേര് ഹോബി ആയിട്ട് എടുത്തിട്ട്. ഫിറ്റ്മെക്സ് 20 അത് ഇന്ത്യ, തായ്ലാൻഡ്, സിംഗപ്പൂരാണ്. ആ നേവൽ എക്സസൈസിൽ നിന്ന് ഒരെണ്ണമെങ്കിലും വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സുകളിലും തന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പൊ ഒരെണ്ണമെങ്കിലും അതിൽ നിന്ന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗ്ലോബൽ കോൺഫറൻസ് ഓൺ ക്രിമിനൽ ഫിനാൻസസ് ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. 4th ഗ്ലോബൽ കോൺഫറൻസ് ആണ്. ക്രിപ്റ്റോ കറൻസി ഏത് രാജ്യമാണ് അംഗീകരിച്ച രാജ്യം? അവർ പറഞ്ഞു ഞങ്ങളിത് നിങ്ങൾക്ക് എന്ത് ഗവൺമെന്റ് പേയ്മെന്റ് ഒക്കെ ഇതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏത് രാജ്യമാണ്? ഞാൻ ആർട്ടിക്കിൾ ഷെയർ ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്? എൽ സാൽവഡോർ. എൽ സാൽവഡോർ.
ഓക്കെ, അടുത്ത ഗ്ലോബൽ കോൺഫറൻസ് ഓൺ ക്രിമിനൽ ഫിനാൻസസ് ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. ഇന്റർപോൾ, യൂറോപോൾ, ബേസൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പ്രശ്നം എന്താണ്, വിഷയം എന്താണ്? ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഈ ക്രിമിനൽ ഓർഗനൈസേഷൻസ് ഒക്കെ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, മണി ലോണ്ടറിങ്ങിനൊക്കെ കാരണമാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യം. ന്യൂ ബോൺ ബിഗ് ക്വാളിറ്റി ഇക്വിറ്റി ഡിഗ്നിറ്റി ഫോർ എവറി ന്യൂ ബോൺ അറ്റ് എവറി ഹെൽത്ത് ഫെസിലിറ്റി ആൻഡ് എവരിവെയർ. അതാണ് തീം. നാഷണൽ ന്യൂ ബോൺ ബിഗ് 2020. India become the first country to launch India Newborn Action Plan. ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ, കാരണം ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇന്ത്യയിൽ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ പോളിസി നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ആവാസ് ദിവസ് ആൻഡ് ആവാസ് വീക്ക്, പ്രധാനമന്ത്രി ആവാസ് യോജന, ഹൗസിംഗ് ഫോർ ഓൾ ബൈ 2022 എന്നതാണ്. അപ്പൊ എല്ലാ നവംബർ 20 ആവാസ് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അഭയം ആപ്പ്, അഭയം മൊബൈൽ ആപ്ലിക്കേഷൻ, അതാരെയൊക്കെ സഹായിക്കും? which helps women and children traveling in taxis and auto rickshaws to raise an alarm in case of emergency. ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. നിങ്ങളുടെ അഭയം ആപ്പൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ആന്ധ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. അത് കേസസിലൊക്കെ നമുക്ക് കൊണ്ടുവരും, എത്തിക്കൽ കേസ് സ്റ്റഡീസിലോ അല്ലെ വുമൻസ് എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയിലോ. നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി, NCMC gives direction to the crisis management group as deemed necessary. Adult Faculty Development Program, AICT Training and Learning Academy Faculty Development Program inaugurate ചെയ്യും. ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക, ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക. ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ട്രെയിനിങ് ഓഫ് ഓവർ 1 lakh people in 1000 programs under FDP as a വേൾഡ് റെക്കോർഡ്. അത് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അത് അക്സെപ്റ്റ് ചെയ്തു. അഡൽ അക്കാഡമിയുടെ ഉദ്ദേശം എന്താണ്? ടീച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ടെക്നിക്കൽ ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. അടുത്ത G20 സബ്മിറ്റ്, 15th G20 മെമ്പേഴ്സ് ആരൊക്കെയാണ്? അത് സൗദി അറേബ്യയാണ് കൺവീൻസ് ചെയ്തത്. സൗദി അറേബ്യ പാസിംഗ് ദ പ്രസിഡൻസി ടു ഇറ്റലി. ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ സമ്മിറ്റ് ഇൻ 2023. India was earlier slated to host the summit in 2022 with the Osaka Declaration of the G20 starting last year, that we look forward to meeting again in Saudi in 2020, in Italy 2021 and in India 2022. നമ്മൾ 2022 ഇത് ഹോസ്റ്റ് ചെയ്യാനായിരുന്നേ, പക്ഷെ ഇപ്പൊ നമ്മൾ 2023 ഹോസ്റ്റ് ചെയ്യുന്നത് G20 സമ്മിറ്റ്. G20 കൺട്രീസ് ഏതാണ്? G8 ആരൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. 43 ആപ്പുകൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? നവംബർ മാസത്തില് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് നിരോധിച്ചു. ക്യാം കാർഡ്, ഡിങ് ടോക്ക്, ആലി എക്സ്പ്രസ്, ആലിപേ ക്യാഷിയർ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസം. 69A of IT Act ആണ് യൂസ് ചെയ്തത്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി 2010 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്തത്. ഇത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. സാർക്ക് രാജ്യങ്ങളിലുള്ള 8 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഈ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിനെ സ്പോൺസർ ചെയ്തത്. Degrees and certificate awarded by SAU are at par with respect to degrees and certificates awarded by the national universities or institutions. അപ്പോൾ ഇന്ത്യയിലാണ് ഇത് വന്നിരിക്കുന്നതെന്നും സാർക്കിന്റെ സഹകരണത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സിൽ അതിനെ ഒരു ഹോട്ട് ടോപ്പിക്സ് ആക്കി മാറ്റും. സാർ ചോട്ടൂരാം, അദ്ദേഹം ആരായിരുന്നു?
born in 1881. He was prominent politician in British India's Punjab province. He championed the interest of the oppressed communities of the Indian subcontinent. For this feat, he was knighted in 1937. Championed the interest of oppressed communities of Indian subcontinent for his feat. Oppressed communities വേണ്ടി അല്ലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടി പ്രവർത്തിച്ച് അതിന് പ്രഭുത്വം കിട്ടിയ ആളാണ്, നൈറ്റ്ഹുഡ് കിട്ടിയ ആളാണ്. നാഷണൽ യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഈ ഹിസ്റ്ററി എന്നൊക്കെ ഒത്തിരി പോപ്പുലർ ആളുകളുടെ ഒന്നും അല്ല റീസെന്റ് UPSCയുടെ ഒരു പാറ്റേണിൽ ചോദ്യം വരുന്നത്. ഗാന്ധി ആരായിരുന്നു എന്നായിരിക്കില്ല ചോദ്യം വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആളുകളുടെ പേരാണ് അവർ ചോദിക്കുന്നത്. UPSCയുടെ ഒരു രീതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കും, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആയിരിക്കും ചോദിക്കും. നമ്മുടെ ശ്രദ്ധ ഇവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. സോ ഈ സാർ ചോട്ടു റാം, അദ്ദേഹത്തിന് സാർ പദവി കിട്ടിയ ആളാണ്. ഒപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടി വർക്ക് ചെയ്ത് ഇതിലൊരു ഐറണി ഇല്ലേ, മീൻസ് ഒപ്രസ്ഡ് ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് സാർ പദവി എങ്ങനെ കിട്ടുന്നത്? അല്ല, ബ്രിട്ടീഷുകാരെ നമ്മൾ മോശമായിട്ട്, ബ്രിട്ടീഷുകാരാണ് ഈ ഇവിടെ ഈ ഒപ്രസ്ഡ് ക്ലാസ്സിന് അവരുടെ പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്ത ബ്രിട്ടീഷുകാരുടെ വ്യൂ എന്തായിരുന്നു? അവര് കാസ്റ്റ് ശരിക്കും നമ്മളെ ഒപ്രസ് ചെയ്യുമല്ലായിരുന്നു. അങ്ങനെയല്ല അവര് അത് വേറൊരു സൈഡിലുള്ള കാര്യം. പക്ഷെ ഈ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താ? കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ. കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ വലിയ കൂടുതലല്ലേ ഇവിടെ. എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരെ ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല. പക്ഷെ അത് ക്രിസ്ത്യൻ ഫെലോഷിപ്പിനൊക്കെ എതിരായതുകൊണ്ട് അവരത് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങി അവിടെ എല്ലാവർക്കും എന്ത് കൊടുത്തു? സതി നിർത്തലാക്കി. ഇപ്പൊ രാജാറാം മോഹൻ റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ ബ്രിട്ടീഷ് പോളിസീസിനെ സപ്പോർട്ട് ചെയ്തു. എന്താ കാര്യം? ഈ ഒപ്രസ്ഡ് ക്ലാസസിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി അന്ന് ഏറ്റവും അധികം നയങ്ങൾ രൂപപ്പെടുത്തിയ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഒരു എന്ന് വെച്ചാൽ അതൊരു മാനവികത, ഹ്യൂമനിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ സാർ ചോട്ടൂരാമിന് അവര് സാർ പദവി കൊടുത്തത്. പഞ്ചാബ് റിലീഫ് ഇൻഡെപ്റ്റഡ്നെസ് ആക്ട്, അതുപോലെ പഞ്ചാബ് ഡെപ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് വന്നത്. അപ്പൊ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവരെ അദ്ദേഹം രക്ഷിച്ചു. സഹകാർ പ്രഗ്യ, with an aim to help primary cooperative societies play bigger roles in Atmanirbhar Bharat, government has launched Sahakar Pragya, ഒരു ഫാർമേഴ്സ് ഈ സൊസൈറ്റീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ചെറിയ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. MQ-9B Sea Guardian unarmed drones procured from the US on lease. Defense Acquisition Procedure 2020 പ്രകാരം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നേവി. ഈ MQ-9B Sea Guardian unarmed drones US-ൽ നിന്ന് പ്രൊക്യൂർ ചെയ്തു. അത് മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി കൊണ്ടുവന്നു. ഓസിൻടെക്സ്, ഇന്ത്യയും ഓസ്ട്രേലിയയും ജോയിന്റ് മിലിറ്ററി എക്സസൈസ്, നേവൽ എക്സസൈസ്. ഭൂട്ടാൻ ജർമ്മനിയുമായിട്ടൊരു ഫോർമൽ ടൈസ് എസ്റ്റാബ്ലിഷ്, ഡിപ്ലോമാറ്റിക് ടൈസ്. ഇപ്പൊ അവർക്ക് 53 രാജ്യങ്ങളുമായിട്ട് ടൈ. This is the kingdom's first diplomatic foray in 7 years. ഭൂട്ടാന്റെ ഒരു രീതി എങ്ങനെയാണ്? അവർ ഫോറിനേഴ്സിനെ വെൽക്കം ചെയ്യുന്നില്ല പരമാവധി. എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ളത്? അവരുടെ ആ കൾച്ചർ നശിക്കാതിരിക്കാൻ ഇപ്പോഴാണ് അത് മാറിയത്, പോളിസി മാറിയത്. മറ്റേ അവർ ഫോറിനേഴ്സ് അധികം അവരുടെ കൾച്ചറിലോട്ട് വരുന്ന അവർക്ക് അത്ര താല്പര്യമില്ല. അതുപോലെ ഇന്ത്യയായിട്ട് നല്ല ടൈ ഉണ്ട്, പക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ട് ടൈ ഉണ്ടാക്കുന്നതിൽ അവർ വളരെ കോഷ്യസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ, സംവിധാൻ ദിവസ്
എന്നാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ നവംബർ 26. 26. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ പ്രത്യേകത എന്താണ്? 1949. കോൺസ്റ്റിറ്റ്യൂഷൻ ദിവസമാണ് എന്ത് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ്. ആ ഡേയ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുക്ക് പ്ലേസ് ഓൺ നവംബർ 26, 1949. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ജനുവരി 26, 1950 നിലവിൽ വന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യുവോ? ലോകമെമ്പാടും സെലിബ്രേറ്റ് ചെയ്യുവോ? എല്ലാ ഇന്ത്യൻ എംബസീസും സെലിബ്രേറ്റ് ചെയ്യും. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിക്കൂറോളം എനിക്ക് ക്രിസ്ബെയിൻ എന്ന് പറയുന്ന ലണ്ടൻ സിറ്റിയുടെ മേയറുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും, അദ്ദേഹം മലയാളിയാണ്, പക്ഷെ ലണ്ടനിലെ മേയറാണ്. ടോം ആദിത്യ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം ഇന്നലെ സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ അദ്ദേഹം ഗസ്റ്റായിട്ട് പങ്കെടുത്തിരുന്നു എന്ന് പറയുകയുണ്ട്. ലോകമെമ്പാടുമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ഹൈക്കമ്മീഷൻസും എംബസീസും ഒക്കെ തന്നെ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് സെന്റർ, IMAC, നേവിയുടെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ് സെന്റർ will soon become a national maritime domain awareness center with all stakeholders having their presence there. മാരിടൈം ഡാറ്റ ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. സ്കോട്ട്ലാൻഡ് becomes first nation to make sanitary pads, tampons free. പീരിയഡ് പോവർട്ടി, എ സ്റ്റെപ്പ് അഗെയിൻസ്റ്റ് പീരിയഡ് പോവർട്ടി. ഇതൊക്കെ നല്ല കേസ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന. അതുപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിലൊക്കെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കൊടുക്കണം. സോ വി ക്യാൻ ഇംപ്ലിമെന്റ് സച്ച് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ എന്ന് നല്ല ആർജവത്തോടു കൂടി സംസാരിക്കണം. ബോർഡ് വളരെ ഇംപ്രസ്ഡ് ആവും. നമ്മൾ ക്ലാരിറ്റിയോടും ആർജവത്തോടും കൂടി കോൺഫിഡൻസോടെ സംസാരിക്കും. അല്ല, മേയറോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറെ ആളുകളെ കുറിച്ചൊക്കെയുള്ള സംസാരങ്ങൾ വന്നു. അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കോൺഫിഡൻസോടെ സംസാരിക്കുക എന്നുള്ളത് ലീഡർഷിപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത SDG ഇൻവെസ്റ്റർ മാപ്പ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻവെസ്റ്റ് ഇന്ത്യ ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. 18 ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഏരിയാസ് ഇൻ 6 ക്രിട്ടിക്കൽ SDG എനേബിളിംഗ് സെക്ടേഴ്സ്. ഈ SDG ഗോൾസ് ഒക്കെ അറിയാവോ? എല്ലാം അറിയാവോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അറിയാവോ? എഴുതി പഠിക്കണം കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ ആൻസറിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പൊ ലോകമെമ്പാടുമുള്ള ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ്സ്, അതെന്ത് പരിപാടി നോക്കിയാലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടാണ് അവർ മുൻപോട്ടേക്ക് പോകുന്നത്. ഷഹദൂദ് ഡാം എവിടെയാണ് സെറ്റ് ചെയ്തത്? എവിടെയാണ്? അഫ്ഗാനിസ്ഥാൻ. ചിലപ്പോൾ ചോദ്യം വരാം, ഇപ്പൊ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഡാം വുഡ് കം അപ്പോൺ ദ മെയ്ഡൻ റിവർ ട്രിബ്യൂട്ടറി ഓഫ് കാബൂൾ റിവർ. 2 മില്യൺ 20 ലക്ഷം ആളുകൾക്ക് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കേണ്ട പ്രോജക്റ്റ്. മൗണ്ട് ഇല്ലി ലിവോറ്റോലക് erupted recently. It is a volcano located in eastern Indonesia. 71, topic number 71, Global Innovation and Technology Alliance. It is a not-for-profit Section 8 public-private partnership company. It is promoted jointly by the Technology Development Board, Department of Science and Technology, Government of India and the Confederation of Indian Industry. The Gita platform encourages industrial investments in innovative technology solutions by mapping technology gaps, undertaking expert evaluation of technologies available across the globe, facilitating techno-strategic collaborative partnership appropriate for Indian economy, and providing soft funding for technology acquisition deployment. Technology funding ഒക്കെയാണ് ഉദ്ദേശം.
അവദാനം എന്ന് വെച്ചെന്താണ്? ഇതൊരു തെലുങ്ക് ലാംഗ്വേജിന്റെ ഗ്ലോറിയസ് ട്രഡീഷന് വേണ്ടി വെങ്കയ്യ നായിഡു കൊണ്ടുവന്ന ലിറ്റററി പോസസ്, poems, and tests a person's capability of performing such multiple tasks simultaneously. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന ഒരു സംഗതിയാണ് അവദാനം. അടുത്ത നാഷണൽ മൺസൂൺ മിഷൻ. നാഷണൽ അടുത്തത് നാഷണൽ മൺസൂൺ മിഷനാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഡൈനാമിക് മൺസൂൺ പ്രഡിക്ഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് അവർ ലോഞ്ച് ചെയ്ത 2012 ലോഞ്ച് ചെയ്ത മിഷനാണ് നാഷണൽ മൺസൂൺ മിഷൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ എൻസെമ്പിൾ ഫോർകാസ്റ്റ് സിസ്റ്റം ഫോർ ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് പ്രഡിക്ഷൻ. ആക്യുറേറ്റ് പ്രഡിക്ഷൻ കൊണ്ടുവരിക. പലപ്പോഴും മൺസൂണിനെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ വലിയൊരു ശതമാനം കൃഷി ഇറക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട. പ്യൂട്ടോറിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ടെറിട്ടറിയാണ് പ്യൂട്ടോറിക്കോ. അവര് സ്റ്റേറ്റ് ഹുഡിന് വേണ്ടി വോട്ട് ചെയ്തു. ഈ US-ന്റെ കൺട്രോളിലുള്ള ചില ടെറിട്ടറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇതിപ്പോ കരീബിയനിലുള്ള ഒരു സ്പാനിഷ് സ്പീക്കിംഗ് ഐലൻഡ് ആണ് പ്യൂട്ടോറിക്കോ. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് 1493 ഇത് കണ്ടുപിടിക്കുന്നത്. Spanish was part of the Spanish Empire for over 4 centuries until 1898, when it was annexed by United States. Now these people, they granted US citizenship, but the island itself was never made a full state and continues to remain a US territory along with Goa, North Mariana Islands, American Samoa, and US Virgin Islands. അപ്പോൾ ഇതൊക്കെ US ടെറിട്ടറീസ് ആണ്, ഈ സമോവ ഒക്കെ പോലെ. അപ്പോ അതിനൊരു എന്താ അവര് സ്റ്റേറ്റ് ഹുഡിന് വേണ്ടി വാദിക്കുക. ഒരു പക്ഷെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഒരു 10-15 പുതിയ രാജ്യങ്ങൾ കൂടി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ട്രിസ്റ്റൻ ഡി കുൻഹ ആരാണ്? ട്രിസ്റ്റൻ ഡി കുൻഹ എന്ന് പറയുന്ന അവിടെ 300ഓളം ഹ്യൂമൻസ് മാത്രമേ ഉള്ളൂ ആകെപ്പാട്. ഒരു സ്മോൾ ചെയിൻ ഓഫ് ഐലൻഡ്സ് ആണ്. ലണ്ടനിൽ 6000 മൈലാക്കല്ല, സൗത്ത് അറ്റ്ലാന്റിക്കിലാണ്. കൺസിഡേർഡ് ടു ബി ദ റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് എ UK overseas territory, largest fully protected marine resource in Atlantic Ocean. ഇവിടെ ആകപ്പാടെ ഇത്രയും ഏരിയയിൽ വെറും 300 ആളുകൾ മാത്രമേ ഉള്ളൂ എന്നും ഇത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ലാർജസ്റ്റ് ഫുള്ളി പ്രൊട്ടക്റ്റഡ് മറൈൻ റിസോഴ്സും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. രാഷ്ട്രീയ ഏകതാ ദിവസം 31 ഒക്ടോബർ. ഈ നിങ്ങളുടെ ആൻസേഴ്സിലൊക്കെ വല്ലഭായ് പട്ടേലിനെ കുറിച്ചൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഏകത എന്നുള്ള ആ ഒരു സങ്കല്പത്തെ കുറിച്ചും ഒക്കെ. സർദാർ വല്ലഭായ് പട്ടേൽ ജയന്തിയാണ് 31 ഒക്ടോബറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അദ്ദേഹം എന്താ ചെയ്യുന്നത്? യുണൈറ്റിംഗ് 562 princely states in pre-independent India to build Republic of India. 562 പ്രിൻസിലി സ്റ്റേറ്റ്സിനെ ചേർത്തിട്ട് എന്ത് കൊണ്ടുവന്നു? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ആരാണ്? ഈ ട്രാവൻകൂർ സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന് സർ CP ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന
ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി വേണം, പക്ഷെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റി. 17 ഗുജറാത്ത് സഭയുടെ സെക്രട്ടറിയായി. 18 നോ ടാക്സ് ക്യാമ്പയിൻ കൊണ്ടു. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. 1928 lands of farmers were seized after they refused to pay the extra tax to the government. Patel helped the farmers by striking a deal between the government and farmer representative. 1930 സോൾട്ട് സത്യാഗ്രഹയിൽ പങ്കെടുത്തു. ഇതിൽ പട്ടേലിന്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാരിറ്റിയോടെ ഓരോന്നും മനസ്സിലാക്കി ഏതിലൊക്കെയാണ് പങ്കെടുത്തത്. ഇവിടെ ഇയർ വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോൾട്ട് സത്യാഗ്രഹയിൽ ഉണ്ടായിരുന്നു. 1931 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സെഷനിൽ പ്രസിഡന്റായി. Patel was also compelled to use coercion by launching Operation Polo. പോളോ എന്താണ്? ഹൈദരാബാദിനെ നിസാമിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. Entertained false hopes of either joining Pakistan or remaining independent. After the Nizam of Hyderabad entertained, അപ്പോ നിസാം എന്താ പറഞ്ഞു? എനിക്ക് പാകിസ്ഥാന്റെ ഭാഗമാകണം. പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു? ഹൈദരാബാദ് എവിടെ കിടക്കുന്നു? പക്ഷെ ഒരു ഇതില്ലേ, ഈസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശും ദൂരമല്ലേ? അല്ല, പക്ഷെ നിസാം ഈ ഹൈദരാബാദിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അവിടെ പ്രജകള് മജോറിറ്റി ഹിന്ദുസും റൂളർ മുസ്ലിം റൂളറും ആയിരുന്നു. അങ്ങനെ ഒരു വിഷയം കൂടി നിങ്ങൾ ആ ഹിസ്റ്ററി വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇൻഡിപെൻഡന്റ് കൺട്രി ആവണമെന്ന് ആവശ്യപ്പെട്ടു, സമ്മതിച്ചില്ല. ഓപ്പറേഷൻ പോളോയിലൂടെ അധികാരം അദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. അപ്പൊ ഇങ്ങനെ ഒത്തിരി പേര്, ഒത്തിരി ചെറുകിട രാജ്യങ്ങള്, നിസാം മാത്രമല്ല, ഇവൻ ട്രാവൻകൂർ ഹെസിറ്റന്റ് ആയിരുന്നു ആദ്യം ജോയിൻ ചെയ്തു. അവരെയൊക്കെ നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചും ഒക്കെ അദ്ദേഹം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റി. സർദാർ എന്നുള്ള ടൈറ്റിൽ അദ്ദേഹത്തിന് ആരാണ് കൊടുത്തത്? വുമൺ ഓഫ് ബർദോളി. കേട്ടോ, ബർദോളിയിലെ സ്ത്രീകളാണ്. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഹിസ്റ്ററി ഇപ്പൊ നിങ്ങൾ ഉടനെ ഇത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി ബുക്ക് എടുത്തിട്ട് ആ ഏരിയ, സർദാർ പട്ടേലിനെ കുറിച്ചുള്ള ഏരിയ എടുത്ത് വായിച്ചു പഠിക്കണം. അപ്പൊ ആ സ്റ്റാറ്റിക് പോർഷൻ തീർന്നു പോകും. വിച്ച് മീൻസ് ചീഫ് ഓർ എ ലീഡർ എന്നാണ്. ബർദോളി സത്യാഗ്രഹ ഒക്കെ ഫേമസ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ November 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ സർദാർ എന്ന് പറയുന്ന കൊടുത്ത് മഹാത്മാഗാന്ധി അല്ലേ? വുമൻ ഓഫ് ബർദോളി അല്ലേ? വുമൻ ഓഫ് ബർദോളി അദ്ദേഹത്തിന് കൊടുത്തത്. മഹാത്മാഗാന്ധി വേറെ ഏതോ ടൈറ്റിലല്ലേ കൊടുത്തത്? ഗാന്ധി കൊടുത്ത ടൈറ്റിൽ ഏതാണ്? ഗാന്ധിയും ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഗാന്ധി കൊടുത്തിട്ടുള്ളത് ചെറിയ ക്ലാസ്സിലൊക്കെ ഗാന്ധി കിടക്കുന്നതാണ്. ആണോ? നിങ്ങളൊന്ന് ഹിസ്റ്റോറിക് ബുക്സ് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. ഒന്ന് വേണേ ഹിസ്റ്റോറിക് ബുക്സ് ഇവിടെ ഒന്ന് റെഫർ ചെയ്തോളൂ. ബർദോളീസ് ഗാന്ധി കൊടുത്തെന്നാണ് സർ. ഹിസ്റ്റോറിക് വുമൻ ഓഫ് ബർദോളി bestowed the title of, അതിന്റെ ഫുൾ ഹിസ്റ്ററി ഒന്ന് വേണം നോക്കിക്കോ. ബർദോളി സത്യാഗ്രഹ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. As Vallabhbhai Patel eventually led the Satyagraha and its success gave him the title of Sardar. അപ്പോ ചീഫ് എന്നാണ് ഇതിന്റെ മീനിങ്. അടുത്തത് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആരായിരുന്നു? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ഭാരതരത്ന അദ്ദേഹത്തിന് കൊടുത്തു. IITs ഒക്കെ അദ്ദേഹമാണ് തുടങ്ങുന്നത്. UGC അതൊക്കെ ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അൽ ഹിലാൽ, അദ്ദേഹത്തിന്റെ പത്രം, വീക്കിലി ജേണൽ, ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചു.
നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിൽ സജീവമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിനെയും എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, അവരുടെ പത്രങ്ങള്, ഏതൊക്കെ മൂവ്മെന്റിലാണ് പങ്കെടുത്തത്, കോൺട്രിബ്യൂഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ, ഏതൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, സംഘടനകൾ ഏതൊക്കെയാ സ്ഥാപിച്ച്, ഈ രീതിയിൽ അവരെ കുറിച്ച് പഠിക്കും. ബിർസ മുണ്ട സ്ഥിരം വരുന്ന ചോദ്യമാണ്. ബിർസ മുണ്ട ചോദിക്കാൻ സാധ്യതയുണ്ട്. UPSCയുടെ ഒരു ഫേവറേറ്റ്. നവംബർ 15 ബിർസ ബർത്ത് ആനിവേഴ്സറി. നവംബർ 15. എന്റെ ബർത്ത്ഡേ നവംബർ 15. Birsa Munda was observed on November 15th in recognition of his impact on national movement. The state of Jharkhand was created on his birth anniversary in 2000. ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡോമിനന്റ് പോപ്പുലർ ട്രൈബൽ ലീഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മുണ്ട ട്രൈബിൽ നിന്നുള്ള ഈ ദാർഥി അഭ അല്ലെങ്കിൽ എർത്ത് ഫാദർ എന്നും അദ്ദേഹം അറിയും. ബിർസൈറ്റ് ട്രൈബൽ സൊസൈറ്റിയിൽ റീഫോം അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ധവിശ്വാസങ്ങൾ, വിച്ച് ക്രാഫ്റ്റ്, അതിൽ നിന്നൊക്കെ പോകണം. എന്നിട്ട് എന്താ കൊടുത്ത്? പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, ആൽക്കഹോളിൽ നിന്ന് മാറി നിൽക്കുക, ദൈവവിശ്വാസം ഉണ്ടാകുക, കോഡ് ഓഫ് കണ്ടക്ട് വേണം. അതിനെ അദ്ദേഹം ദ ഫെയ്ത്ത് ഓഫ് ബിർസൈറ്റ് എന്ന് അദ്ദേഹം. അച്ചീവ്മെന്റ്സ് എന്താണ്? ഉൽഗുലാൻ എന്ന് പറയുന്ന മൂവ്മെന്റ് അദ്ദേഹം ആരംഭിച്ചു. ദ ഗ്രേറ്റ് ടുമുലിറ്റ്, ഡിസ്ക്രിമിനേഷനെതിരെ അദ്ദേഹം സ്ഥാപിച്ചത്. ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908 പാസ് ചെയ്തു. മിയാസ് ഓഫ് ആസാം ആൻഡ് ദെയർ ചർച്ചപ്പോറി കൾച്ചർ. ചർച്ചപ്പോറി മിയ മ്യൂസിയം കഴിഞ്ഞ തവണ കോൺട്രോവേഴ്സി ആയതാണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മിയ മ്യൂസിയം. Cultural and heritage of people living in Charchaporis has stirred up a controversy in Assam. Museum has been proposed. ഒരു MLA ആണ് പ്രപ്പോസ് ചെയ്തത്, അല്ലെ? ആരാണ് പ്രപ്പോസ് ചെയ്തത്? Proposed in the Kalakshetra, which is a cultural complex in Guwahati, named after Neo-Vaishnavite reformer Srimanta Shankardev, and which was set up as part of Clause 6 of the Assam Accord. Assam agitationന്റെ ഭാഗമായിട്ടുള്ള അസം അക്കോർഡിന്റെ ഭാഗമായിട്ട്. അപ്പൊ മിയാസ് ആരാണ്? അസം അക്കോർഡ് എന്തിനു വേണ്ടിയോ? ആസാമീസ് പീപ്പിളുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടി. മിയാസ് എന്ന് പറഞ്ഞ ആരാണ്? അവരും ഡിസെൻഡൻസ് ഓഫ് മുസ്ലിം മൈഗ്രൻസ് ഫ്രം ഈസ്റ്റ് ബംഗാൾ. അപ്പൊ ഈ ആസാം അക്കോർഡ് അവിടെ കൊണ്ടുവന്നത് തന്നെ ഈ ആസാം ജനതയുടെ കൾച്ചറൽ അത് ബാക്ക്ഗ്രൗണ്ട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ മിയാസ് എന്ന് വെച്ചാൽ ഇപ്പൊ തലമുറകളായിട്ട് ഇപ്പൊ അവിടെ താമസിക്കുകയാണ്. പണ്ട് കാലത്ത് വന്നവരാണ്. They came to be referred as Miyas, often in a derogatory manner. നമ്മൾ ഇവിടെ ചിലപ്പോൾ ഈ തമിഴ് വംശജരെ മോശമായിട്ടൊരു വാക്ക് ഉപയോഗിച്ച് സംബോധന ചെയ്യാറില്ല. എന്ന് പറഞ്ഞ പോലെ ഈ മിയാന്ന് അവരെ വിളിക്കുന്ന ഒരു കളിയാക്കി അല്ലെ ഡൗൺഗ്രേഡ് ചെയ്താണ്. അപ്പൊ അവര് ബ്രിട്ടീഷ് അനക്സേഷന്റെ കാലഘട്ടത്തിലൊക്കെ വന്ന ആൾക്കാർ. മിയാസ് ബംഗ്ലാദേശി എന്നവരെ പലരും വിളിക്കാറ്. ഈ ചർച്ചപ്പോറി എന്ന് വെച്ചാൽ ഇതൊരു ഫ്ലോട്ടിംഗ് ഐലൻഡ്. അപ്പൊ റിവർ ബാങ്ക്സിലൊക്കെയുള്ള ഈ ചർച്ചപ്പോരീസ് അവിടെയാണ് ഇവർ കൂടുതലും താമസിക്കുന്നത്. ഇത് ലോ ഡെവലപ്മെന്റ് ഏരിയ. 80% പോപ്പുലേഷനും ബിലോ പോവർട്ടി ലൈൻ. അപ്പോ ഈ മ്യൂസിയം വരുന്നതിനെതിരെ അവിടെ ചില ആളുകൾ അതിനെതിരെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 100-200 വർഷമായിട്ടൊരു സ്ഥലത്തുള്ളവരെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്ന് പറയുന്നതിൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. മാത്രമല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും കുടിയേറിയവരാണ്, അല്ലെ? ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റിലും പെർമനന്റ് എന്ന് പറയാനൊന്നും ആരുമൊന്നുമില്ല. അതൊക്കെ ആദ്യമ ട്രൈബൽസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുടിയേറിയവരൊക്കെ തന്നെ. ബ്രൂ റെഫ്യൂജി ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സെറ്റിൽമെന്റ് ആക്ട്. എനിക്ക് തോന്നുന്നു ഈ ഒക്ടോബർ മാസത്തില്, ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റീസും ഈ ട്രൈബ്സ്, ആർട്ട്, അങ്ങനെയുള്ളതിൽ നിന്ന് കൂടുതൽ ഏരിയ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസോറാം ബ്രൂ റെഫ്യൂജീസ്
have demanded commencement of their permanent rehabilitation in Tripura. അവര് റീഹാബിലിറ്റേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബ്രൂ റിയാങ് റെഫ്യൂജി അഗ്രിമെന്റ്. ബ്രൂ റിയാങ് റെഫ്യൂജി ക്രൈസിസിന് അറുതി വന്നിരിക്കുകയാണ്. ബ്രൂസ് ആരാണ്? Also referred to as Riangs, are spread across northeastern states of Tripura, Assam, Manipur and Mizoram. ത്രിപുരയില് അവര് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ്. മിസോറാമിൽ അവരെന്ത് ചെയ്യുന്നു? മിസോറാമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ ഇത് അംഗീകരിക്കേണ്ട കാര്യമല്ല. എന്താ കാര്യം? ഇന്ത്യ ഫോർ എന്താണ്? ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, നോട്ട് ഫോർ എനി പർട്ടിക്കുലർ സ്റ്റേറ്റ് പീപ്പിൾ അല്ലെ? എല്ലാ സംസ്ഥാനങ്ങളിലും എന്താ ചെയ്യുന്നവര്? മണ്ണിന്റെ മക്കൾ വാദം വരുന്നുണ്ട്. ഇത് അംഗീകരിക്കാവുന്നതാണോ? അല്ല, അംഗീകരിക്കാൻ പറ്റുന്നതല്ല അല്ലേ? പിന്നെ അതിനെതിരെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ അടുത്തൊരു സ്റ്റേറ്റില് ഇത്രയും നാൾ അവിടെ ഡെപ്യൂട്ടി കളക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ അവരുടെ എക്സാം ഉണ്ടായിരുന്നു. അതിന് അവരുടെ ലാംഗ്വേജ് ഇല്ലായിരുന്നു, പേപ്പറിൽ ഇല്ലായിരുന്നു. അപ്പൊ മലയാളിക്കും പോയി പരീക്ഷ എഴുതാം, തമിഴ്നാട്ടിൽ വാടകയ്ക്ക് താമസിച്ചാൽ മതി അല്ലെ? അങ്ങനെയുള്ള ആൾക്കും പോയി പരീക്ഷ എഴുതാം. ഈ വർഷം അവരെന്ത് ചെയ്തു? ലാംഗ്വേജ് കൂടെ ആഡ് ചെയ്തു. അത് കൂടുതൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവർ വരണ്ട എന്നുള്ളൊരു രീതി വരുന്നതുകൊണ്ടല്ലേ. എന്തുമാവട്ടെ. അപ്പൊ നമ്മള് 80 ടോപ്പിക് നമ്മുടെ ഇന്നും അങ്ങനെ തന്നെയല്ലേ കേരള? അതെ അതെ, നമ്മുടെ ഇതിന് പക്ഷെ നമ്മുടെ ഇതിനകത്ത് മലയാളവും തമിഴുണ്ട്. തമിഴിൽ എഴുതാം, കന്നഡത്തിൽ എഴുതാം. ഇഫ് യു ബിലോങ് ടു എ മൈനോറിറ്റി then you can write in Kannada or ഈ പേപ്പർ. ബോർഡർ ഏരിയ വരുന്നിടത്തല്ലേ സാർ? ബോർഡർ ഏരിയ അവർക്ക് എഴുതാം. അവിടെ ഉള്ള ആളുകൾക്ക്, അവിടെ നിന്നുള്ളവർക്കൊക്കെ കന്നഡ, മലയാളത്തിന് പകരം വേണേൽ കന്നഡ ചൂസ് ചെയ്യാം, കന്നഡ, തമിഴ് ചൂസ് ചെയ്യാം. അവരുടെ അതെ അതെ അതെ, പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പൊ നമുക്ക് 80 ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. അത്യാവശ്യം നമ്മൾ മേജർ ടോപ്പിക്സ് നല്ല പോകുന്നു. നമ്മുടെ 3000 ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു വർഷത്തെ കഠിനാധ്വാനമാണ് 3000 ക്വസ്റ്റ്യൻ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അത് ഇട്ടിട്ടുണ്ട്. അത് ഓടിച്ചു വായിച്ചു പോവുക, വളരെ സ്പീഡിൽ വായിച്ചു പോവുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിലായിരിക്കും. പിന്നെ പല സ്റ്റുഡൻസ് അത് വിളിച്ചു, മറ്റ് അക്കാഡമികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ വിളിച്ചു. അവർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുകയുണ്ടായി. നിങ്ങളത് ഉപയോഗിക്കുക. പരമാവധി ക്വസ്റ്റ്യൻസ്, പേജസ് കൂടുതലുണ്ട്. പിന്നെ തീരെ നിങ്ങൾക്ക് ഓടിച്ചു വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഓഡിയോ ഇട്ടിട്ട് ജസ്റ്റ് സ്പീഡ് കൂട്ടി ഇട്ടിട്ട് വായിച്ചു പോവുക. അങ്ങനെ വേണേൽ വായിച്ച് കവർ ചെയ്ത് പോകാം. ഓഡിയോ 1.5 2.5 ഒക്കെ ഇട്ട് വായിക്കാൻ പറ്റുന്ന ആപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ PDF വായിച്ചു പോകും. അറിയാമോ അത്? പരമാവധി ക്വസ്റ്റ്യൻസ് എടുക്കുക. നിങ്ങൾ എന്തായാലും എക്സാം പാസ്സാവും. മാക്സിമം ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും കളയരുത്. കൺസോൾട്ടേഷൻ നന്നായിട്ട് വരുത്തുക. റിപ്പീറ്റഡ് റിവിഷനിലേക്ക് പോവുക. 1 ഉം 2-ാം തീയതി സയൻസ് ആൻഡ് ടെക്കിന്റെ സ്പെഷ്യൽ സെഷൻസ് ഉണ്ടാവും. മറ്റ് സെഷൻസും പാരലി ഉണ്ടാവും. നമ്മുടെ ഫുൾ ടെസ്റ്റ് സീരീസുകൾ 2 ഉണ്ട്. ആ രീതിയിലാണ് പോകും. ഇപ്പൊ എല്ലാവിധ ആശംസ. താങ്ക് യു. ഏതാ? ഹലോ, ആപ്ലിക്കേഷൻ ഏതായിരുന്നു? കേട്ടില്ല. ഓഡിയോ ആപ്ലിക്കേഷൻ, ഓഡിയോ ആപ്പ് കുറെ എണ്ണം ഉണ്ടല്ലോ. എനിക്ക് അതിന്റെ ഒന്ന് ഏതൊക്കെയാ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഈ റീഡിംഗ് ആപ്പ് ആരെങ്കിലും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാ റീഡർ എടുത്തോളൂ. പക്ഷെ അത് ഡൗൺലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, അത്ര ബുദ്ധിമുട്ടുള്ളൂ. ആ പേജസ് ഒന്ന് ലോഡ് ആവാനേ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് അങ്ങ് വായിക്കില്ല, വരത്തില്ല. അല്ലെ പിന്നെ ഏതെങ്കിലും PDF റീഡർ ഏതെങ്കിലും ഇട്ട് പെട്ടെന്ന് വായിച്ചാലും മതി കേട്ടോ. ഒന്ന് കവർ ചെയ്ത് പോകുക. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മള് എന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്കും കവർ ആവും. ഇതുവരെയുള്ള ഫുൾ ടോപ്പിക്സ് കവർ ആവും. ഓക്കെ, താങ്ക് യു. അപ്പൊ എത്തിക്സ് ക്ലാസ് 1 മണിക്കുണ്ട്. 10 മണിക്കുണ്ട്.